ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് വേണം നമുക്ക് പ്ലേറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. നമുക്ക് അടുത്ത പത്തിരിയും ഇതുപോലെ ചുടാം. നമ്മൾ പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് പത്തിരി ചുട്ടെടുക്കുന്ന കല്ല് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഓരോ പത്തിരിയും പ്രസ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ആ പ്രസ് ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പത്തിരി എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതുപോലൊരു കല്ലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു സമയം 4 പത്തിരി വരെയും നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. പൊടി വാട്ടി കുഴച്ച് പരത്തി ഒരുപാട് നേരം ആകും. അതിലും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ബാക്കിയുള്ള പൊടികളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാ പത്തിരിയും ഒറ്റ കമ്മളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിറ്റേ ദിവസം ആയാലും നമ്മുടെ പത്തിരി നല്ല താള് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരികൾ കൂടി ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ. ഓരോ പത്തിരിയും പ്രസ് ചെയ്യുന്ന സമയത്തിനോടൊപ്പം തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.